അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് രോഗശമനം, അതായത് നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. പ്രവാചക വൈദ്യശാസ്ത്രം, അതായത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിച്ച ജീവിതശാസ്ത്രത്തിലെ ഒരു പാർട്ടാണ് ഹെൽത്ത് സയൻസ്. ആരോഗ്യത്തോടെ എങ്ങനെ ജീവിക്കാം, അഥവാ രോഗിയായാൽ അതിൽ നിന്നെങ്ങനെ രക്ഷപ്പെടാം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രോഗശമനം സാധ്യമാക്കുന്ന വചനം എന്നതാണ്. ലോകചരിത്രം അത്ഭുതത്തോടെ വായിച്ച ഒരു കാര്യമുണ്ട്. അതെന്തോന്നാന്ന് വെച്ചാൽ, റോം ചക്രവർത്തിമാരെ ചികിത്സിക്കുന്ന, അതായത് മുക്കൈക്കിസ് രാജാക്കന്മാരെ ചികിത്സിക്കുന്ന വൈദ്യശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ വൈദ്യപ്രതിഭകൾ മദീനായിൽ വന്ന് താമസിച്ചെങ്കിലും ചികിത്സിക്കാൻ രോഗികളെ കിട്ടാണ്ടായി. നമുക്ക് ഇന്നത്തെ കാലത്ത് അത് ഊഹിക്കാൻ പറ്റുമോ? 6 മാസം മുന്നേ ബുക്ക് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കേണ്ടി വരുന്ന അവസ്ഥ നമുക്കില്ലേ? ഇപ്പോൾ ചില ഡോക്ടർമാരെ നമുക്ക് കാണണമെങ്കിൽ 6 മാസം മുമ്പ് ബുക്ക് ചെയ്യണം, 3 മാസം മുമ്പ് ബുക്ക് ചെയ്യണം. അത്ര ടൈറ്റാണ് ഷെഡ്യൂൾ. നോക്കൂ, ഒരു പ്രദേശത്ത് രോഗികളില്ലാത്തതിൻ്റെ പേരിൽ ഡോക്ടേഴ്സ് വെറുതെ ഇരിക്കേണ്ടി വന്നു എന്നുള്ളത് ചരിത്രത്തിൽ എത്ര വലിയ അത്ഭുതമായിരിക്കും. അങ്ങനെ ഒരു ചരിത്രം സാധ്യമാക്കിയത് അറബ് സമൂഹത്തിലെ മദീന നിവാസികളാണ്. അപ്പോൾ അത്ര അത്ഭുതകരമായ ഗൈഡൻസ് അവർക്ക് ജീവിതത്തിൻ്റെ വിഷയത്തിൽ അവരുടെ ഗുരുവിൽ നിന്ന്, അതായത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലഭിച്ചു എന്നതാണ് വസ്തുത. അപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞൊരു വചനമാണ് സർവ്വരോഗത്തിനും ശമനമുണ്ട്. അപ്പോൾ ഒരു രോഗി, നമ്മളിപ്പോൾ എന്നെ കേൾക്കുന്നത് മിക്കവാറും രോഗികളാണ്, അല്ലെങ്കിൽ രോഗികളുമായി ഇടപഴകുന്നവരുടെ ബന്ധുമിത്രാദികളാണ്. അപ്പോൾ ഒരു രോഗി കേൾക്കുകയാണ് സർവ്വരോഗത്തിനും ശമനമുണ്ട്. ഒരു രോഗി കേൾക്കേണ്ട വാക്കാണത്. എന്തുകൊണ്ട്? വാക്കുകൾക്ക് അപാരമായ ശക്തിയുണ്ട്. മനുഷ്യൻ്റെ ചിന്തയെ സ്വാധീനിക്കാൻ കഴിയും, മനുഷ്യൻ്റെ ചലനങ്ങളെ സ്വാധീനിക്കും. വാക്കുകൾ കൊണ്ട് മനുഷ്യൻ്റെ ചലനങ്ങളെ സ്വാധീനിക്കാൻ പറ്റും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇനി നമ്മുടെ ശരീരശാസ്ത്രപരമായ മെറ്റബോളിസത്തെയും ഹോർമോൺ ഫങ്ഷനെ പോലും സ്വാധീനിക്കത്തക്ക രൂപത്തിൽ വാക്കുകളെ കൊണ്ട് അമ്മാനമാടാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ വാക്കുകൾക്ക് അപാരമായ ശക്തിയുണ്ട്. അപ്പോൾ 1400 വർഷം മുമ്പ് ഒരു വചനം പറയുന്നു, സർവ്വരോഗത്തിനും ശമനമുണ്ട്. 1400 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ആ വാക്കിനെ ആവർത്തിക്കുന്നു. കാരണം എന്തുകൊണ്ട്? ചുറ്റുപാടിൽ നിറയെ രോഗികളാണ് എന്ന് മാത്രമല്ല, അവർ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ തന്നെയാണ് അവർ കൺസൾട്ടിങ് ചെയ്യുന്നത്. ഏറ്റവും നല്ല മരുന്നുകളാണ്, വില കൂടിയ മരുന്നുകളാണ് പലപ്പോഴും പലരും ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റലാണ് അവർ IP ഉണ്ടാവുന്നത്. പക്ഷെ നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ നമുക്കാർക്ക് വേണമെങ്കിലും നിരീക്ഷിക്കാം, ചെറിയൊരു ശതമാനം, വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ രോഗമുക്തിയിലേക്ക് എത്തുന്നുള്ളൂ. വലിയൊരു ശതമാനം ആളുകളും രോഗപീഠകളാൽ അവരുടെ കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല, എൻ്റെ ഒരു 10-18 വർഷത്തെ ഹെൽത്ത് കെയർ ഏരിയയിലെ, ആരോഗ്യ മേഖലയിലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, മിക്ക ആളുകളും ഒന്നിൽ കൂടുതൽ രോഗമുള്ളവരാണ്. ഒന്നല്ല, 1 രോഗമുള്ളവർ, 2 രോഗമുള്ളവർ, 5ഉം 6ഉം 10ഉം രോഗമുള്ളവർ, ദിനേന 18ഓ 20ഓ 22ഓ മെഡിസിൻ കഴിക്കുന്നവർ. അവരൊരു പ്രതീക്ഷയിലാണ് മരുന്ന് കഴിക്കുന്നത്. നമ്മൾ ആരായാലും ഒരു രോഗം പിടികൂടിയാൽ മരുന്ന് കഴിക്കുന്നത് ഒരു പ്രതീക്ഷയിലാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, എത്ര പേർക്ക് ഈ മെഡിസിൻ കഴിക്കൽ കൊണ്ട് രോഗമുക്തി സാധ്യമായി? പിന്നെ വേറൊരു രസകരമായ കാര്യം കൂടി ഞാൻ പറയാം, പിന്നീട് വേറൊരു എപ്പിസോഡിൽ ഞാനത് വിശദമാക്കും. പലരും ഓൺലി കൺട്രോളിങ് മെഡിസിനെ കഴിക്കുന്നുള്ളൂ. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ്, എക്സാമ്പിൾ, ഒരു ഷുഗർ രോഗി ഡയബറ്റിക് ക്യൂർ ആവുന്ന മെഡിസിൻ അല്ല കഴിക്കുന്നത്, അയാൾ ഡയബറ്റിക് കൺട്രോളിങ് മെഡിസിനാണ് കഴിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ 2 ടൈപ്സിലാണ് ഇപ്പം പൊതുവെ ട്രീറ്റ്മെൻ്റ് ഉള്ളത്. ഒന്ന്, രോഗത്തെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ്, രോഗത്തെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. മറ്റൊന്ന്, രോഗത്തെ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആക്കുന്നു.
അതായത് രോഗമുക്തി സാധ്യമാക്കുന്നു. അപ്പോൾ രോഗത്തെ കൺട്രോൾ ചെയ്യുന്ന ചികിത്സ, രോഗത്തെ പരിപൂർണമായി മുക്തിയിലേക്ക് എത്തിക്കുന്ന ചികിത്സ, ഇത് നമ്മൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. പ്രവാചക വചനത്തിലുള്ളത്, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനത്തിലുള്ളത്, സർവ്വരോഗത്തിനും ശിഫയുണ്ട്, സർവ്വരോഗത്തിനും ഔഷധമുണ്ട്, എല്ലാ രോഗത്തിനും ശിഫയെ ഇറക്കിയിട്ടുണ്ട്, എല്ലാ ദേശത്തും ഔഷധങ്ങളുണ്ട്. എത്ര അത്ഭുതകരമായ വാക്കാണ്. ഇപ്പോൾ കേരളീയ പശ്ചാത്തലത്തിൽ നമ്മളിൽ ഒരാൾ രോഗിയാണെങ്കിൽ കേരളീയ സാഹചര്യത്തിൽ തന്നെ അമൂല്യമായ ഔഷധമുണ്ട്. ഇപ്പം ഞാൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പ് ദേശത്തുള്ള ഒരാൾക്ക് രോഗമുടലെടുക്കുകയാണെങ്കിൽ ഈ തളിപ്പറമ്പിൽ തന്നെ അയാളുടെ ശരീരത്തിനോടിണങ്ങുന്ന രൂപത്തിലുള്ള ഔഷധങ്ങൾ ഇവിടെ മുളച്ചുണ്ടാവുന്നുണ്ട്. അത്ഭുതകരമായൊരു വാക്കാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുക. എത്ര സയൻറ്റിഫിക്കായ വേർഡാണ്, എത്രമാത്രം നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു വാക്കാണ്. ഞാൻ ഏതു ദേശത്താണോ ജനിച്ചത്, എനിക്കേറ്റവും നല്ല വായു എൻ്റെ നാട്ടിലേതാണ്, എനിക്കേറ്റവും ചേരുന്ന വെള്ളം എൻ്റെ നാട്ടിലേതാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കിണറിലേതാണ്, ഞാൻ ഏത് അറ്റ്മോസ്ഫിയറിലാണോ ജീവിക്കുന്നത്, ഏതു പ്രദേശത്താണോ ഞാൻ, അവിടെയാണ് എനിക്ക് നല്ല വായു, എനിക്ക് നല്ല വെള്ളം, എനിക്ക് നല്ല ഭക്ഷണം, എനിക്ക് ചേരുന്ന ആഹാരം. രോഗാതുരത വർദ്ധിച്ച് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം എന്താ? ജനിച്ചത് എവിടെയോ, ജീവിക്കുന്നത് മറ്റെവിടെയോ, കഴിക്കുന്നത് വേറെ എവിടെയോ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കൂ, എല്ലാം വെവ്വേറെ ഇടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ടോട്ടൽ ബാലൻസ് നഷ്ടപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, സർവ്വരോഗത്തിനും ശിഫയുണ്ട് എന്ന വാക്ക് ഒരു രോഗിയുടെ മനസ്സിൽ ആദ്യം സ്ഥിരപ്പെടണം. ഇതാണ് രോഗശമനത്തിലേക്കുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ആരോഗ്യത്തോടെ റമദാനിലേക്ക് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിൽ നിലവിലുള്ള രോഗങ്ങൾക്ക് മുക്തി കിട്ടണ്ടേ? ഈ മുക്തിയിലേക്കുള്ള ആദ്യ പ്രവേശനം നമ്മുടെ ഇൻറ്റൻഷനിലാണ്. നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ടാവണം. ഇപ്പം ഐ ക്യാൻ മേക്ക് ഇറ്റ്, എനിക്കത് കണ്ടെത്താൻ പറ്റും എന്നൊക്കെ പറയും പോലെ ഞാൻ രോഗമുക്തി നേടും എന്ന് പറയുന്നൊരു മനസ്സ് ആദ്യം രോഗി ഉണ്ടാക്കണം. അങ്ങനെ ഒരു മനസ്സുണ്ടാക്കണമെങ്കിൽ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടർ എന്തു പറയണം? ഇപ്പം നമ്മൾ പൊതുവെ കുട്ടികൾക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ യു ക്യാൻ വിൻ എന്ന് പറയും പോലെ യു ക്യാൻ ക്യൂർ. നിങ്ങൾക്ക് ക്യൂർ കണ്ടെത്താൻ പറ്റും, നിങ്ങൾ രോഗമുക്തി നേടും വിത്ത് ഹെൽപ്പ് ഓഫ് അല്ലാഹ്. അപ്പോൾ തീർച്ചയായും രോഗശമനമുണ്ട്, അതൊരു വസ്തുതയാണ്. രോഗശമനം കണ്ടെത്തേണ്ടത് രോഗിയുടെ ഉത്തരവാദിത്തമാണ്. ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണം. രോഗശമനത്തെ കണ്ടെത്തേണ്ടത് രോഗിയുടെ ഉത്തരവാദിത്തമാണ്. അതിന് സഹായിക്കേണ്ടത് രോഗിയുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് കൂടെ നിൽക്കേണ്ടത് ഫിസിഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്, അതായത് ചികിത്സകൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനിപ്പോൾ ഒരു ഇസ്ലാമിക വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ പ്രൊഫറ്റിക് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലക്ക് എൻ്റെ രോഗികളെ ഞാൻ സപ്പോർട്ട് ചെയ്തത് മെഡിസിനിലൂടെ മാത്രമല്ല. അങ്ങനെയല്ല, മെഡിസിന് തീരെ പ്രാധാന്യം കൊടുക്കണേ ഇല്ല. പകരം അവരുടെ മൈൻഡ് രോഗശമനത്തിലേക്ക് പാകപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു മനസ്സിലേക്ക് നിങ്ങൾ ഒരുങ്ങുക. തീർച്ചയായും നിങ്ങൾക്ക് രോഗമുക്തി ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.